ബ്രെഡ് വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ, അതും വളരെ എളുപ്പത്തിൽ. ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ബ്രെഡ് പക്കോട റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുന്നുണ്ട്, പെരുംജീരകമാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ല തിക്കായിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ ഒഴിക്കൊന്നും വേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെ തയ്യാറാക്കി എടുക്കണം. ബ്രെഡ് കഷ്ണങ്ങൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ലൂസായിട്ട് വരുന്നതാണെങ്കിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ടിരിക്കണം. ബ്രെഡ് കഷ്ണങ്ങൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ കുറച്ചുകൂടെ കായം പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്തോളൂ. ഇതിലേക്ക് ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. കായത്തിൻ്റെ ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടുന്നത്. ബ്രെഡും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ബ്രെഡും 4 കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്, സ്ക്വയർ പീസസ് ആക്കിയിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബ്രെഡ് വേണമെങ്കിൽ 2 കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള എണ്ണം ബ്രെഡ് എടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഹോട്ടിലാണ് വേണ്ടുന്നത്. ഓരോ ബ്രെഡ് കഷ്ണങ്ങളായിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമൊന്നും വേണ്ട. കാരണം ഉൾഭാഗം കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല, ബ്രെഡ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്ത് ഈ കോട്ടിംഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ബ്രെഡൊക്കെ എടുക്കുന്നതാണെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടാം. ബാറ്റർ കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ മുട്ടയുടെ അളവും കടലമാവും മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്